ഇല്ല കാണുന്ന മല കണ്ടോ? അതിന്റെ മുകളിലാണ് പോകാൻ പോകുന്നത് കേട്ടോ. தம்பி திரும்பி இறங்கு. திரும்பி இறங்குடா. இனிமேல் இறங்க கூடாது. ரோட் இருக்கா? எங்க? அது இன்னும் கொஞ்சம் டேஞ்சரா இருக்கும். அப்படிங்களா? ഓ. ത്രില്ലിംഗ് இருக்கும். ഞങ്ങളെ വന്ന വഴി ഇതാ കേട്ടോ. സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? വേണ്ട വേണ്ട വന്ന വഴി കണ്ടോ? ഇതിലേക്കൂടെ നടന്നാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. വേറൊന്നും പറയില്ല കണ്ടോ. പക്ഷേ ഇവളെയും കൊണ്ട് എത്രയും കയറ്റം കയറും അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ വിനീഷ? അങ്ങനല്ല, ലൈഫിലൊക്കെ ഇത് ഒരു വട്ടമെങ്കിലും കാണണ്ടേ വിനീഷേ? കാണണം, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നോ? എന്തോ തിന് കരയുന്നു? അതെ, ഞങ്ങളങ്ങനെ ഏറ്റവും മുകളിലെത്തി കേട്ടോ. ഇവിടുത്തെ കാഴ്ച ഭംഗി. വിനീഷേ മതിയടി, വാടി. ഒരു മലയാളികൾ പോലും ഇവിടെ വന്നിട്ടുണ്ടാവില്ല. കാണത്തില്ലല്ലേ? ഉറപ്പാ. നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളെല്ലാം പോയി കേട്ടോ. ഒന്നും കാണാൻ കഴിയില്ല കണ്ടോ. ഫുള്ള് മൂടൽ മഞ്ഞാണ് ഫുള്ള്. അങ്ങനെ ബാഗ് ബിനീഷ ഏറ്റെടുത്തിരിക്കുകയാണ്. 2 കിലോ ഇട്. വേണ്ട വേണ്ട. അതെന്ത്? മൈക്ക് പോലെ മൈക്ക് പോലെ. This is hand over for you. അത് കഴിഞ്ഞ് രണ്ടാമത് തിരിച്ചു പോയി ഒപ്പിച്ച പണി ഇതിനകത്തിരിക്കുന്നത്. നിനക്ക് തിങ്ങാനുള്ള കപ്പലിന് ബാറ്ററി, സ്വിച്ച് ബോർഡ്, വെള്ളം, കപ്പലണ്ടി. എടേ ഞാനൊരു വ്ളോഗറാണ്, അതാണ് എൻ്റെ പ്രത്യേകത. എനിക്ക് അവിടെ ചെന്ന് ചിലപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ സാമഗ്രിയിലാണ് അതിനകത്ത് ഇരിക്കുന്നത്. നിനക്കത് ഈ പറയുന്ന പുച്ഛഭാവത്തോടെ നീ കാണത്തുള്ളൂ. പുച്ഛമല്ല, ഈ കാടെല്ലാം കൂടെ കേറുന്നതിന്റെ അവസ്ഥ. ബാഗ് എടുക്കുന്നില്ലേ? അത് നീ എടുത്തോ, നീ ആയിട്ട് കുത്തി കയറ്റി വെച്ചു. എന്റെ കുണ്ടിയമ്മ അഴുക്കുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല, പോട്ട്. ഒരു നാണമാനല്ലാത്ത പെണ്ണായി പോലെ. പോട്ട് പോട്ട്. ഉച്ചയ്ക്ക് എന്താ കഴിക്കും ദാസാ? ഞാൻ ബാഗിനകത്ത് സംഭവം വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി അല്ല അല്ല അല്ല, നമ്മളെ മറിയാസിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല, വെള്ളം പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കാനേ പറ്റൂ. സാരമില്ല, ചൂടുവെള്ളമില്ല. അങ്ങനെ കുഴപ്പമില്ല, ഏത് വെള്ളത്തിൽ വേണമെങ്കിലും കളക്കാം. അത് കുറച്ച് കുടിച്ചാലേ നമ്മളെ എനർജിയൊക്കെ സെറ്റപ്പെട്ട് എന്ന് പറഞ്ഞ് വന്നോളൂ. കാലൊക്കെ വല്ലാതെ ഇന്നത്തെ രാത്രി ശുഭരാത്രി ആയിരിക്കും. ഇവിടെ ചായ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സോമ? ഇങ്ങ വേറെ വഴി ഇരിക്കാ? ഇനി എത്ര കിലോമീറ്റർ? 2.5 കിലോമീറ്ററാ? യൂട്യൂബ് கோயிலுக்கு போனா 2.5 கிலோமீட்டர் தான். இங்க கொஞ்சம் தூரம் தான். ஓகே. கோயிலுக்கு வாட்டர் பாட்டில் ஸ்நாக்ஸ் வெச்சுனா பாத்து போங்க, தலைய புடிங்க பாரு. ஓ அப்படிங்களா? அடி பெரியட்டம் லாபரி. லாபரி தான். ஓகே, உள்ள இருக்கு பேக்குக்குள்ள. நீங்க இந்த வழி தான். நீங்க அந்த வழியில வந்தா கொஞ்சம் ஸ்டெப் கொஞ்சம் ஈஸியா இருக்கும். அந்த வேற வழியா? அது கடலாடி வழி. அதெல்லாம் எல்லாம் மாரிமங்கலம், அதுதான் எல்லாமே வராங்க முக்காவாசி பேர். அப்படிங்களா? ரொம்ப ஜெயறது கொஞ்சம் ஈஸியா இருக்கும். லேடிஸ்லாம் அதுல தான் கொஞ்சம் ஈஸியா இருக்கும்னு அப்படி வராங்க. அப்படிங்களா? ஆனா கிலோமீட்டர் என்னோட அதிகமா? எவ்வளவு கிலோமீட்டர்? அது 7 கிலோமீட்டர் அதிகம். இது மொத்தமே 7 தான். மொத்தம் இதே கரெக்ட். இது ஈஸ்ட் ஷார்ட் வழி. வழி கொஞ்சம் கிலோமீட்டர் கம்மி, ஆனா கொஞ்சம் டஃபா இருக்கு இல்லையா? ஓகே. പക്ഷേ എന്നോട് കാർ അങ്ങേ அப்பனா நீங்க வரும்போது இதுல தான் ரிட்டர்ன் வந்தா அந்த வழியில போய் இறங்குனீங்கன்னா ரொம்ப இது சுத்து இல்ல புடிச்சு அங்க இருந்து திரும்பி கார் எடுக்க 50 രൂപ കേപ്പാ. அப்படிங்களா? അങ്ങനെ നമ്മുടെ അമൽ മച്ചാന്റെ അതികഠിനവും ക്രൂശവുമായ വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഏതാണ്ട് 3 മണിക്കൂർ ഞങ്ങൾ സ്റ്റിൽ ഫോറസ്റ്റിനകത്തൂടെ നടന്ന് ഒരു അമ്പലത്തിൽ പോവാണല്ലേ. എൻ്റെ പൊന്നു, ഭയങ്കര അടിപൊളിയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. നമ്മൾ തിരുവണ്ണാമലൈ എന്ന് പറഞ്ഞൊരു ടെമ്പിളിലാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. പുതുപ്പാളയം റേഞ്ചിൽ തിരുവണ്ണാമലൈ ഡിവിഷനിൽ വരുന്ന, അതായത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാനിവിടെ വെറുതെ ചോദിച്ചു പുലിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞാൽ അതിങ്ങനത്തെ ഒന്നുമില്ല. കുരങ്ങൻ, മാന്, മുയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. മറ്റ് പ്രശ്നങ്ങളൊന്നും, വന്യജീവികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോകാം. ഏതാണ്ട് 3 മണിക്കൂറും നടന്ന്, അതായത് കാട്ടിനകത്തൂടെ നടന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റത്തുള്ളൂ. ടോട്ടൽ ഒരു 6-7 മണിക്കൂറത്തെ ജേണിയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും പ്രതീക്ഷ ഇല്ലില്ല. തുടങ്ങിയാലോ?
പറഞ്ഞുകൊണ്ട് സമയം ഒരുപാടുണ്ട് സംസാരിക്കാം. പോട്ടെ, കയറുന്നത് ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വേണമെങ്കിൽ കയറാം. ഇവിടെ കയറുന്നതിനെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 50 രൂപയും ഒരാൾക്ക് 10 രൂപയാണ് അല്ലേ? അതെ. പിന്നെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുപോവാണെങ്കിൽ അതിനും 10 രൂപയാണ്. അത് തിരിച്ചു കൊണ്ടുവന്നാൽ 10 രൂപ തിരിച്ചു തരുകയും ചെയ്യും. അയ്യോ, ഫസ്റ്റ് ആളെ എന്നെ പിടിച്ചു വെച്ചിട്ടാ. ഞാൻ ഇത്രയും സ്കെൽറ്റൻ ആയിട്ടിരിക്കുന്നോണ്ടാണ് എനിക്ക് അധികം ടയേർഡ് ആകാതെ ഇതെല്ലാം ഓടിക്കയറാൻ പറ്റുന്നത്. യു നോ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. പോട്ട് മുന്നേ നടന്നാലല്ലേ ആദ്യം പുലി എന്നെ പിടിക്കത്തുള്ളൂ. പിന്നൊരു കാര്യമുണ്ട്, എന്നെ പിടിച്ചാലും പുലിയുടെ മോണ മുറിയുന്ന അല്ലാതെ അതിനൊരു ദശ പോലും കിട്ടത്തില്ല. എന്നോടാ കളിയില്ലേ? ഒരു വണ്ടി വരുന്നുണ്ട്, ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരേതാണ്ട് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറത്തെ ജേണിയാണ്. ഇത് ഫുള്ള് കാടാണ് കേട്ടോ. ഈ കാട്ടിനകത്തൂടെ നമ്മളൊരു 3 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഇതിനകത്തോട്ട് പോകാൻ പറ്റൂ. കാട്ടിക്കുള്ള യാത്രയുടെ ആദ്യത്തെ റിസ്ക് തുടങ്ങിയിരിക്കും അല്ലേ? അതെ. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് പോലും ആയിട്ടില്ലതോ. ഇല്ല കാണുന്ന മല ഉണ്ടോ? ആ മലയുടെ ഏറ്റവും മുകളിൽ ചെല്ലാനുള്ള വഴിയാണ് ഇതായി കാണുന്നത്. അതായത് ഇതിലേക്കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 7 കിലോമീറ്റർ, ഇങ്ങോട്ട് 7 കിലോമീറ്റർ, 14 കിലോമീറ്റർ നടക്കാനുണ്ട്. അത്യാവശ്യം ഇന്നത്തെ ദിവസം ഗോവിന്ദ അല്ലേ? വെള്ളം കൂടി വയറ് നിറയ്ക്കാതെ മാക്സിമം നോക്കുക, അല്ലെങ്കിൽ വയറ് നിറഞ്ഞാൽ നടത്താൻ ദുഷ്കരമാവും. വിനീഷേ, എങ്ങനെയുണ്ട്? കേരളത്തോട് അടിപൊളിയാണ് ശരിക്കും. നെറ്റ്വർക്കൊന്നും കാണാൻ ചാൻസ് കുറവായിരിക്കും. അതെ, ഉൾക്കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാ. ക്ഷേത്രമുണ്ട്, കുഞ്ഞൊരു ക്ഷേത്രം ഇങ്ങനെ ചെറിയ കല്ലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ക്ഷേത്രം വലത്തോട്ടാണ്. അതിന്റെ മാതൃക കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിൽ ആ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഈ മലയുടെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ക്ഷേത്രമാണ്. അതിന്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ആനയുണ്ടെന്നുള്ള ബോർഡാണോ? ആനയുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത്. ആനയില്ലെന്നാണല്ലോ. അതാ അവര് നമ്മൾ കയറാൻ നേരത്തല്ലേ ബോർഡ് പാത്ത് പോകണമെന്ന്. ബോർഡ് അല്ലെങ്കിൽ നമ്മൾ നോക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 8 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറെ ഏതോ സ്ഥലത്ത് നിന്നിട്ട് അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് പോയി നിൽക്കും. അവിടുന്ന് പിന്നെ നമ്മൾ കറങ്ങി കൊണ്ടുവരും. അത് ഭയങ്കര കഷ്ടമായിരിക്കും. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങൾ, പല വഴികളിലൂടെയാണ് ഞങ്ങൾ ഇതൊന്നും പ്ലാൻ ചെയ്തതൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ലൊക്കേഷൻ നോക്കി എന്തെങ്കിലും കിട്ടാൻ നോക്കി വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അടുത്ത ജില്ലയിലോട്ട് പോകാൻ തീരുമാനിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതെനിക്ക് 7 കിലോമീറ്റർ യാത്ര ചെയ്താലേ ഈ ക്ഷേത്രത്തിൻ്റെ മേളിൽ ചെല്ലാൻ പറ്റൂ. മലകയറ്റം അതികഠിനം. തുടങ്ങിയതേ ഉള്ളു. ഞങ്ങൾ എങ്ങനെ 1 കിലോമീറ്റർ പോലും ആയില്ലെന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ ആയി കാണത്തില്ല. കൊരങ്ങന്മാരുണ്ടെന്നാ കേട്ടോ. കൊരങ്ങന്മാരുണ്ട്. നമ്മളെ ഫോണായാലൊക്കെ എല്ലാം സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്. അതെ. കൊരങ്ങന്മാരെല്ലാം എടുത്തോണ്ട് പോകും. നമ്മളെ ആ പയ്യന്റെ പേരെന്താ, ബുദ്ധനോ? ഇത് വരുന്നത് മല കയറിക്കൊണ്ട് നടക്കുന്ന നല്ല വെയിറ്റും കൊണ്ട് നടക്കുന്ന ഒരു പയ്യുണ്ടല്ലേ. സുഹൃത്തുക്കളെ, ആ പയ്യനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ. അവനെ ആ വെയിറ്റും കൊണ്ട് എല്ലാം ക്യാരി ചെയ്യുന്നേ. ഇല്ല കാണുന്ന മല ഉണ്ടോ? അതിന്റെ മുകളിലാണ് പോകാൻ പോകുന്നത് കേട്ടോ. അവിടെ നല്ല കോടയാന്ന് നമ്മൾ താഴെ നിന്നപ്പോഴേ പറഞ്ഞായിരുന്നു. അവിടെ ചെന്ന് നല്ല കോടമഞ്ഞ് കാണും, അടിപൊളിയാന്നാ പറഞ്ഞിരിക്കുന്നത്. പോയ ആൾക്കാർ പറഞ്ഞു കേട്ടോ. നമ്മളെ എവിടെ നോക്കിയാലും കാടാട്ടോ. കാട് മാത്രമേ ഉള്ളൂ, ഇതുപോലെ ചെറിയ വഴികളും. അതെ. അങ്ങനെ നമ്മുടെ അമൽ മച്ചാൻ്റെ അതികഠിനവും ക്രൂശവുമായ വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇത് ഇങ്ങനത്തെ ഒരു കുഞ്ഞു വഴിയാണ്. നമ്മൾ അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണിത് ഒരു വടിയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. കാര്യമൊന്നും ഇല്ല എങ്കിലും ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാം. കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ചെറുക്കൻ പറഞ്ഞ പോലെ 10 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ വരാൻ. ശരിക്കും ഒരു കുഞ്ഞു വഴിയാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതോ ഫുള്ള് കാടെന്ന് പറഞ്ഞാൽ ഫുള്ള് കാട്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഈ സൈഡുകളിലൊന്നും തൊടാതിരിക്കുന്നതെന്നല്ല, കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം അല്ലേ, പാമ്പോ അല്ലെ മറ്റേ ജന്തുക്കളോ. മല കയറി തുടങ്ങി കേട്ടോ, ചെറിയ ചരിവ് തുടങ്ങിയിട്ടുണ്ട്.
റേഞ്ച് ഉണ്ടോ? റേഞ്ച് ഇല്ല, ഒരു കോള് വരുന്നു, ഒന്ന് എടുത്തു നോക്കട്ടെ. വഴിയുന്നുണ്ട്. കൊള്ളാം. കൊള്ളായില്ലേ? ഫുള്ള് പാറയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഷ്ടമാണ് കയറാൻ. ഇവിടെ വന്ന വഴി കേട്ടോ. പിന്നെ പേടിക്കാനായിട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞല്ലേ? അതെ, പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അഥവാ വന്നാലും 2 കുരങ്ങും വരുമായിരിക്കും. പോട്ട് തുടങ്ങിയതേ ഉള്ളു. വഴിയുണ്ടോ? ഇതാണ് വഴി. അതല്ലടാ, എനിക്കറിയാൻ വയ്യാത്തേ, ഈ അമ്പലത്തിലേ എല്ലാ ദിവസവും പൂജ കാണുമോ? അറിയാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഈ മല കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ അതാണ്. ഇതിന് ഏറ്റവും മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു, ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് പൂജയുണ്ടോ ഇല്ലെന്ന് അറിയാൻ വയ്യ. പക്ഷേ വലിയൊരു അമ്പലമാണ്. ഇതെന്തിന്റെ പുറ്റപ്പാമ്പിന്റെ ആണോ? ആയിരിക്കാം. അല്ല, പറയാൻ പറ്റത്തില്ല, കാടല്ലേ, കൊടും കാടാണ്. അതെ. കേറിക്കോ. പോട്ട്. ഓടാനൊന്നും പറ്റത്തില്ല ഇതിലെ. ഓടാനല്ല, പോട്ടെന്ന് പറഞ്ഞ പതിയെ നടന്ന് പോകാനേ പറ്റൂ. അതെ. അത്രയ്ക്കും ഇതായിട്ടുള്ള വഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ട്. ഒട്ടും കാറ്റില്ലല്ലോ ഇവിടെ. കാറ്റില്ല. എങ്ങനെ കാറ്റ് വരും? മരങ്ങൾ ഫുള്ള് നിൽക്കുമല്ലേ. ആരോ മാർക്ക് കൂടെ ഉണ്ട് കേട്ടോ. ആരോ മാർക്ക് ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞതാ. ഇപ്പൊ ഞാൻ സ്ഥലവും മാറ്റി. നമ്മൾ വരുന്ന വഴിയുണ്ടോ? പാറയാണ്. മേളോട്ടുള്ളതും കാണിച്ചു കൊടുക്കുക. അതും പാറ, ഫുള്ള് പാറയാണ്. എനിക്കൊന്ന് ഈ പറയുന്ന വെള്ളത്തിനോട് ഒഴുകി വന്നതായിരിക്കും ഇതൊക്കെ. ഈ വെള്ളപ്പൊക്കമോ ഈ മഴവെള്ളപ്പാച്ചിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുറ്റൊക്കെ എന്തിന്റെ പുറ്റായിരിക്കും. പുറ്റ കേട്ടോ, പാമ്പിന്റെ ആയിരിക്കുമോ? ചെതൽ പുറ്റടിയത്. ഇതിനകത്ത് പാമ്പ് കയറി കൂട് വെക്കും. പോല്ലേ? വേണ്ടേ, പോട്ടെ. സമയമെടുക്കും. അവിടെ ലോഡും ബാഗും കൂടെ ഇരിക്കുന്നുണ്ടേ. എന്താ ഇവിടെ എന്താ ഒരു ചുമലയൊക്കെ ഇട്ടേക്കുന്നതിന് ഡേഞ്ചറസ് ഏരിയ വല്ലതും ആണോ? ആരോ ഇട്ടിട്ട് പോയതാ. അണ്ണാൻ മാനിനെയൊക്കെ കാണാൻ പറ്റുമെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ മാനും ഇല്ല, ഒന്നുമില്ല. എന്തായാലും ഈ വീഡിയോ ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റുമോ? ഇല്ല. തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും പറ്റത്തില്ല. കാരണം ഈ മല കയറ്റം തന്നെ ഉണ്ട് ഒരുപാട്. ഹായ് കൂട്ടരെ, കുഴഞ്ഞു കേട്ടോ. നമ്മളെ ആ പയ്യൻ്റെ പേരെന്താ? ബുദ്ധനോ? ഇത് വരുന്നത് ഏത് ബുദ്ധൻ? മലയൊക്കെ കയറിക്കൊണ്ട് നടക്കുന്നത്, നല്ല വെയിറ്റും കൊണ്ട് നടക്കുന്ന ഒരു പയ്യുണ്ടല്ലേ. സുഹൃത്തുക്കളെ, ആ പയ്യനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ. അവന് ആ വെയിറ്റും കൊണ്ട് അവൻ അതിലല്ലേ എല്ലാം ക്യാരി ചെയ്യുന്നേ. ആ ബാഗിനകത്തല്ലേ അവന് വേണ്ട എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്യുന്നേ. എല്ലാം ആയിട്ട് അവൻ നടക്കുന്നില്ലേ, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതും എത്ര 3 വർഷത്തെ എങ്ങാണ്ട് യാത്രയല്ലായിരുന്നു അതും കൊണ്ട്. അതെ. നമുക്ക് ശീലമാവും. ശീലം നടന്ന് നിത്യാഭ്യാസി മല ചുമക്കുമ്പോ. അങ്ങനെ ഞാൻ ജിമ്മിൽ പോകുമ്പോഴേ ഞാൻ അവിടെ ചെന്ന് ഞെട്ടിട്ടുണ്ട്. പുഷപ്പ് എടുക്കുന്നുണ്ട്, പുള്ളപ്പ് എടുക്കുന്നുണ്ട്, ഞാൻ ഞെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പം അതൊക്കെ എനിക്ക് നിസ്സാരമായി തുടങ്ങി. ചില ആൾക്കാരുടെയൊക്കെ മസിൽസ് കണ്ടാലേ, ബൈസൊക്കെ കണ്ടാലേ നമ്മളെന്നാ അങ്ങനെ ആകും എന്നൊരു ചിന്തയോടെ ഇരിക്കുമല്ലേ. കുറേ ആളുകൾ നമുക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാപ്പി. അതുപോലെ നിരന്തരമായി ഈ മലയിൽ കയറുമ്പോഴത്തേക്ക് നിസ്സാരമായിരിക്കും അല്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ യാത്ര തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച ഒരു 2-3 ദിവസം നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നില്ലേ? ടെൻഷനും ഒരൊട്ടും കംഫർട്ടല്ലോ. നമ്മൾ ഇത്രയും നാൾ നമ്മളുടെ വീട്ടിൽ നിന്നിട്ട് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലേ, ഒരു ഇപ്പം വേറൊരു ട്രിപ്പ് പോയാലും നമ്മൾ എന്താ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രിപ്പ് അല്ലല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നേ. അതിൽ നിന്ന് വ്യത്യസ്തമായപ്പോൾ ആദ്യം അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും
പിന്നീട് അതുമായിട്ട് ഭയങ്കര മിങ്കിളായി. അതുമായിട്ട് നമ്മളങ്ങ് സെറ്റായി. വയ്യ, എനിക്കും വയ്യ. അയ്യോ, നടന്നോ നടന്നോ നടന്നോ. ബാഗൊന്നും നമുക്ക് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല. ഇല്ലില്ല, കൊരങ്ങൻ വന്ന് ഉള്ളിലുള്ള എല്ലാം പുറത്തെടുക്കും. പോട്ടെ. പക്ഷെ എനിക്കൊന്ന് ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ഇതുവരെ ഒരു കുരങ്ങനെ പോലും കണ്ടില്ല. ഇല്ലില്ല. വരുന്ന വഴിയുണ്ടോ? എൻ്റെ അമ്മോ, അഗസ്ത്യാർകൂടത്ത് പോകണം കേട്ടോ നമുക്ക് ഇനി അടുത്ത വർഷം. ബാ പിടി. അയ്യോ, ഫസ്റ്റ് ആളെ എന്നെ പിടിച്ചു വെച്ചിട്ട് അതാ. ഞാൻ ഇത്രയും സ്കെൽറ്റൻ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അധികം ടയേർഡ് ആകാതെ ഇതെല്ലാം ഓടിക്കയറാൻ പറ്റുന്നത്. യു നോ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. പോട്ട്. നമുക്കൊരു ഹെലിക്യാം ഉണ്ടായിരുന്നെങ്കിലേ, ഇവരിതെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, അത് ആകാശ കാഴ്ച എടുക്കായിരുന്നില്ലേ. പക്ഷെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. അത് മിസ് ചെയ്യില്ല, നിലവിൽ കയ്യിൽ വന്നിട്ടില്ല, അതൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷെ ഉണ്ടായിരുന്നേ നമ്മളെ കാഴ്ചയുടെ ഭംഗി കൂടിയാണല്ലേ. നടാ ഉണ്ടോ, ഈ ആയിരിക്കും കയറുന്ന പാടുന്നു, ഇറങ്ങാനാ പാട്. പിന്നെ ഇപ്പഴേ ഞാൻ പാട് തിരിച്ചിട്ട് ഇനി കുറച്ചു നേരം ഫ്രാക്ക് ഫ്രണ്ടിൽ കിടക്കട്ടെ. അവൻ നല്ല ടയർഡായി. ഞാൻ പിടിക്കണോ? നല്ലായിട്ട് വേർത്തു. അയ്യോ, ഇന്നിനി എന്തായാലും ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. വന്നിട്ടാങ്കളേ തലവരെ. നീ പറഞ്ഞതേ ഉള്ളു. പിടിച്ചോണേ, മുറുകെ പിടിച്ചോണേ, അത് കുരങ്ങ എടുത്തോണ്ട് പോകും. പോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴികൾ. ക്യാമറ കുലുക്കം എടുക്കണേ. അയ്യോ, അത് പറ്റത്തില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാ കയറുന്നത്. മേല ഇത് കണക്ക് ലഗേജ് പോട്ടെ, ഇത് കണക്ക് പണിക്ക് ഇറങ്ങരുത്. ആരടാ ലഗേജ് എടുത്തത്? നിന്റെ വെള്ളമുണ്ട്, കഴിക്കാനുള്ളതുണ്ട്, എല്ലാം. അതിനകത്ത് അത്ര വലിയ സ്റ്റോറേജ് ഒന്നും ഇല്ലായിരുന്നു. ഇവൻ പോയിട്ട് ബാറ്ററി, കപ്പലണ്ടി, കൊറേ സാധനങ്ങൾ കൂടെ എക്സ്ട്രാ അവനതിനകത്ത് കുത്തി കയറ്റി. നടന്നോ? ഒരു പ്രഗ്നന്റ് ആയ ലേഡിയെ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും നടക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ആടാ, ആ കൊരങ്ങൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ വലിച്ചു പറിക്കുക. പോട്ട്. ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ കേരള ഗവൺമെന്റ് അണ്ടറിലായിരുന്നെങ്കിലേ കയറ്റി വിടുമായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ? ഇല്ല, ഉറപ്പായിട്ടും കയറ്റി വിടില്ല. ഇത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ പെടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും കയറാം. പോട്ടെ എന്ന് പറഞ്ഞു. അതത്ര എളുപ്പമല്ല സഹോ. പോട്ടെ. മല കയ്യറാൻ ഇവിടെ ആരും ഓർക്കണ്ടോ? ഇത് കണ്ടോ? അയ്യോ, എന്നാ അട്ട കണ്ടോ? ഇങ്ങനെ അട്ട കണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ഇത് കണ്ടോ, കൂട്ടത്തോട്ടിരിക്കുന്നത്. അതെന്തോ അങ്ങനെ വരുന്നില്ലേ? കാടാണ്, പലതും കാണും. പോട്ട്. അവിടെ ഇവിടെ ആരാ മാർഗ? പക്ഷെ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കാണാനില്ലല്ലേ? അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ. അതുകൊണ്ട് പ്ലാസ്റ്റിക് നമുക്ക് നമ്മളുടെ കയ്യിലൊരു കുപ്പിയുണ്ട്. ആ കുപ്പിയിൽ അവരൊരു നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊരു എമൗണ്ടും അവർ വാങ്ങിച്ചു. നമ്മൾ ആ കുപ്പി ഇങ്ങോട്ട് തിരിച്ച് തന്നാലേ ആ എമൗണ്ട് തിരിച്ചു തരത്തുള്ളൂ. എന്താടാ പട്ടി? ഇങ്ങനെ ഒച്ചയൊക്കെ വെച്ച് ബാക്കിയുള്ളതിനെ കൂടെ പേടിപ്പിക്കുക. അയ്യോ, ഇവിടെ ഇരിക്കാം. എത്തിയോ? എവിടെ? എത്തിയില്ല. എത്തിയോ? ഇപ്പൊ എത്തുന്നു. എത്തിയില്ല. നിനക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം? അയ്യോ
സിറ്റ്. ഇരിക്കുന്നു പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, കാലും പറയുന്നുണ്ട്. ഞാൻ കേട്ടില്ല, ഇപ്പം ഞാൻ കേട്ടു. കയറാം. ഞാൻ മുമ്പേ പോട്ടെ. അയ്യോ, എന്നെ തൊട്ട് പിറകെ കാണണേ. ഞാൻ പറയാതെ എങ്ങോട്ടും പോകരുത്. ആ 4 മിനിറ്റ് ചവിട്ടി വാ 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 വാ. എമ്മണ്ടം പാറളാട്ടോ. വീണ്ടും നമ്മൾ കയറി തുടങ്ങിയിരിക്കുകയാണ്. അയ്യോ, തോ കിടക്കുന്നുണ്ടോ? അല്ല 3 മണിക്കൂറെന്ന് പറഞ്ഞു. 3-3.5 മണിക്കൂറുണ്ട് നടക്കാൻ. എന്നാലും നമ്മൾ വിചാരിക്കുന്ന ലൊക്കേഷനിൽ ചെല്ലത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്നെ പിറകെ നടക്കുക. എനിക്ക് പേടിയാ. എന്നാ പോ. നെറ്റ്വർക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട്, കിലോമീറ്റർ അറിയാം ഇനി എത്ര ഉണ്ടെന്ന്. പോട്ടെ. കയറിയല്ലേ പറ്റൂ. ചവിട്ടിയത് മാറിപ്പോയി. മലയാളികളൊന്നും ആരും ഇവിടെ വന്ന് കാണത്തില്ലായിരിക്കില്ലേ? മേബി പറയാൻ പറ്റത്തില്ല. ട്രിപ്പ് മൂടൊക്കെ ഉള്ളവർ വരും. പേടിയാന്നും പറഞ്ഞ് മുമ്പേ നടക്കുക. വിളിച്ചു പോയാൽ പോലും ആരും അറിയത്തില്ലല്ലേ? അടുത്ത ആരോ മാർക്ക്. നല്ല തണുത്ത അന്തരീക്ഷമില്ലേ? വിയർത്തിട്ട് പോലും. അവിടെ ബഹളം കേൾക്കുന്നു. മനുഷ്യൻ തന്നെയാണോ അത്? മനുഷ്യൻ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും മേടിച്ചോണ്ടേ കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. ഓക്കെ. അയ്യോ എന്താ ചെയ്യും? അങ്ങനെ ബാഗ് ബിനീഷ ഏറ്റെടുത്തിരിക്കുകയാണ്. 2 കിലോ ഇട്. വേണ്ട. അതെന്ത്? മൈക്ക് പോലെ അയ്യോ, പോട്ടെ. എവിടെങ്കിലും ഇരിക്കുന്നുണ്ടതാ ഈ കമ്പ് വെച്ച് നീ അടിക്കും ഞാൻ. പിന്നെ നീ എത്ര എടുത്തിരുന്നു? ഞാൻ പേടിച്ചോളാം. അങ്ങോട്ട് പേടിക്കണ്ട, ഞാനൊന്ന് സ്ലിപ്പായതാ. എന്നാ നീ തന്നെ ഇട്ടോ. പോട്ട് വേണ്ട. ഇത് നിനക്ക് എന്തായിരുന്നു? ഞാനൊന്ന് എവിടെയെങ്കിലും താങ്ങുമ്പോ ഉടനെ പോട്ട് നടക്ക്. പറ്റുന്നില്ല. ഒരു സ്റ്റെപ്പ് അവിടെ വരെ നടന്നാൽ മതി. നീ പോട്ട് കേറ്. മല കയറി തീരാറായി. പോക്കാണോ എൻ്റെ വായിരിക്കുന്നു? പോട്ടെ. This is handover for you. എന്നാ ഇവനുണ്ടല്ലേ, ഇവൻ ഞങ്ങൾ ആദ്യം നടന്ന് വന്നു, അത് കഴിഞ്ഞ് 2ാമത് തിരിച്ചു പോയി ഒപ്പിച്ച പണിയാ ഇതിനകത്തിരിക്കുന്നത്. നിനക്ക് തിങ്കള കപ്പലിന്
ബാറ്ററി, സ്വിച്ച് ബോർഡ്, വെള്ളം, കപ്പലണ്ടി. എടേ ഞാനൊരു വ്ളോഗറാണ്, അതാണ് എൻ്റെ പ്രത്യേകത. എനിക്ക് അവിടെ ചെന്ന് ചിലപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളും സാമഗ്രിയിലാണ് അതിനകത്തിരിക്കുന്നത്. നിനക്കത് ഈ പറയുന്ന പുച്ഛഭാവത്തോടെ നീ കാണത്തുള്ളൂ. പുച്ഛമല്ല, ഈ കാടെല്ലാം കൂടെ കയറുന്നതിൻ്റെ അവസ്ഥ. അതാ ബാറ്ററി തന്നെ കാണുമോ, ഒരു 5 കിലോ. നമ്മൾ ബാറ്ററി ഒരു ബാക്കപ്പ് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്, ലിഥിയം ബാറ്ററിയുടെ. അത് നമ്മൾ ഒരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കും. ഞങ്ങൾ ഫാനെല്ലാം ഉപയോഗിക്കുന്നത് അതിനകത്തോടായിരുന്നു. പക്ഷേ അതൊരിടത്തിനകത്ത് ബാഗിനകത്ത് വെച്ചേക്കാണ് ഇപ്പോഴേ. കാരണം അവിടെ ചെന്ന് കാണാൻ എനിക്ക് ചാർജ് തീർന്നു പോയാൽ ഫോൺ ചാർജ് ചെയ്യണ്ടേ. ഞാനതല്ല, ഇവനെ അവിടോട്ട് വിട്ടിട്ട് ഞാനാണെങ്കിൽ ഒരു കടയിലോട്ട് കയറി. തിരിച്ചു ചെന്നപ്പോൾ കാറിനകത്തുള്ളതെല്ലാം ബാഗിനകത്ത് കുത്തിക്കയറ്റി. കാറ് കാലിയാക്കി ഇട്ടിട്ട് എല്ലാം ബാഗി കയറ്റി പോയി. എനിക്ക് പയ്യ എന്തോ പറയാനാ. പോകാൻ അത് നീ എടുത്തോ, നീ ആയിട്ട് കുത്തിക്കയറ്റി വെച്ചു. എന്റെ കുണ്ടിയമ്മ അഴുക്കുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല, പോട്ട്. ഒരു നാണമാനല്ലാത്ത പെണ്ണായി പോലെ. പോട്ട് പോട്ട്. പിന്നെ ചോദിക്കണ്ടേ? അയ്യോ, ഇതുപോലുള്ള മരത്തിലൊന്നും പിടിക്കണ്ട. ഇതുപോലുള്ള മരത്തിലൊന്നും പിടിക്കണ്ട. ഞാൻ പിടിക്കുന്നില്ല, ഞാൻ ലോഡ് കയറ്റി. പോട്ടെ, ഞാൻ കൂളായി. പോട്ടെ പോട്ടെ കടേ, ഇത്രയും കയറാമെങ്കിൽ ബാക്കി എനിക്ക് കൊണ്ടുപോയാൽ എന്ത്? അയ്യോ, തീർന്നില്ല, കിടക്ക് വന്നു. പേടിപ്പിക്കല്ലേ. അയ്യോ, വൈഡിടുമ്പോഴത്തെ പ്രശ്നം റെക്കോർഡിങ് ലോസ് ആവുന്നത്. ഒരു ഗോപ്രോ പോലുള്ള ക്യാമറ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നില്ലേ? പോട്ട് പോട്ട്. പോട്ടെ 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 പോട്ടെ. ഉച്ചയ്ക്ക് എന്താ കഴിക്കും ദാസാ? ഞാൻ ബാഗിനകത്ത് സംഭവം വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി അല്ല അല്ല അല്ല, നമ്മളെ ബറിയാസിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല, വെള്ളം ഉണ്ടല്ലോ. പച്ചവെള്ളത്തിൽ കലക്കി പിടിക്കാനേ പറ്റൂ. സാരമില്ല, ചൂടുവെള്ളമില്ല. അങ്ങനെ കുഴപ്പമില്ല, ഏത് വെള്ളത്തിൽ വേണമെങ്കിലും കളക്കാം. അത് കുറച്ച് കുടിച്ചാലേ നമ്മൾ എനർജിയൊക്കെ സെറ്റപ്പെട്ട് എന്ന് പറഞ്ഞ് വന്നോളൂ. അതെങ്ങനെ തട്ടിയിടും, സ്പൂണും ഇല്ല. അയ്യോ, സാരമില്ല, ഇലയെ കോരിയിടാം. നമ്മളിനി ആദിമ മനുഷ്യരായിട്ടാണ് ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മേളിൽ എത്തിയിട്ടില്ല. അയ്യോ, വന്ന വഴിയാ മോനെ, ഇരുട്ടാകെ അറ്റം. പോട്ടെ പോട്ടെ പോട്ടെ. തണുപ്പ് കൂടിയില്ലേ? തണുപ്പ് കൂടുന്നില്ലേ? അത് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാട്ടാ, നൈസ് ക്ലൈമറ്റാ. എന്താ ഉടുപ്പൊക്കെ നാർന്നു? വീണ്ടും എടുത്ത് റെസ്റ്റ് എടുത്തു. എങ്ങനെ 1 മണിക്കൂർ മേളില്ല നടക്കാൻ തുടങ്ങിയിട്ട്? ഉറപ്പായിട്ടും അല്ലേ? 12 മണിയായി. നമ്മൾ അവിടുന്ന് ഒരു 11 മണിയായപ്പം 10:55 ആയപ്പോൾ ഇറങ്ങിയതാ. ഇപ്പം 12 മണിയായി. അപ്പോൾ 11 1 മണിക്കൂർ കഴിഞ്ഞ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി കിടക്കും 2 മണിക്കൂർ. 3 മണിക്കൂർ എന്നാണോ 3 കിലോമീറ്റർ എന്നാണോ പറഞ്ഞത്? 3 മണിക്കൂർ. 3 മണിക്കൂർ നടന്നാലും ഞാൻ മേടിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. കയറണ്ടേ? ആടെ ഇനിയും കിടക്കുക കിലോമീറ്റർ അല്ലേ? പോവാം. കാലൊക്കെ വല്ലാതെ ഇന്നത്തെ രാത്രി ശുഭരാത്രി ആയിരിക്കും. ഇവിടെ ചായ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സോമ? ഫുൾ കാടാട്ടോ, എവിടെ നോക്കിയാലും കാടാ. നമ്മളവിടുത്തെ കാട് പോലെ അല്ല ഇവിടുത്തെ കാടുകൾ. ചെറിയ ചെറിയ മരങ്ങളല്ലേ, വൻ വടവൃക്ഷങ്ങളൊന്നുമില്ല. കണക്കിലൊക്കെ കൊച്ചു കൊച്ചു മരങ്ങളെ ഇവിടെ കാണാൻ കഴിയും. എവിടെ നോക്കിയാലും ഞങ്ങളുടെ ചെറിയ ചെറിയ മരങ്ങളാണ്. വലിയ നല്ല കാറ്റ് വരുന്നത്, വടവൃക്ഷങ്ങൾ കാണാനില്ല. ഇപ്പം തീരുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ തീരുന്നില്ല. അയ്യോ, അവൾ കയറി പോവുക. എന്നുണ്ട് നമ്മളിനി കാട്ടുജാതിക്കാരുടെ വല്ല കൊട്ടാരത്തിലോട്ടുമാണോ പോകുന്നത്? പോട്ടെ പോട്ടെ
ആൾക്കാരുണ്ടല്ലോ ഇവിടെ, മേളിൽ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ താഴെ കണ്ടില്ലേ ഒരു ചേട്ടൻ ഒരു സ്കൂട്ടറിൽ ഇങ്ങോട്ട് വരുന്നത്? അയ്യോ അതിപ്പോ ഇവിടെ എത്തി. ആ വണ്ടി വരുന്ന വേറെ വഴി കാണുമായിരിക്കും. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ നോക്കി. இங்கே வேற வழி இருக்கா? ഇനി എത്ര കിലോമീറ്റർ? 2.5 കിലോമീറ്ററാ? യൂട്യൂബ് கோயிலுக்கு போனால் 2.5 கிலோமீட்டர் தான், இங்கே கொஞ்சம் தூரம் தான். ஓகே. கோயிலுக்கு வாட்டர் பாட்டில் ஸ்நாக்ஸுக்கு வச்சுன்னா பார்த்து போங்க, தலைவர் பிடிங்கி பாரு. ஓ அப்படிங்களா? வரி பெரியட்டும் லேபரி ராபரி தான் அவங்க. ஓகே, உள்ளே இருக்குது பேக்குக்குள்ளே. நீங்கள் இந்த வழி தான். நீங்கள் அந்த வழியில் வந்தால் கொஞ்சம் ஸ்டெப்பு கொஞ்சம் ஈஸியாக இருக்கும். அந்த வேறு வழியா? அது கடலாடி வழி, அதெல்லாம் எல்லாம் மாதிரிமங்கலம், அதுதான் எல்லாமே வராங்க முக்கால்வாசி பேர். அப்படிங்களா? ரொம்ப ஜெயறது கொஞ்சம் ஈஸியாக இருக்கும், லேடிஸ்லாம் அதில் தான் கொஞ்சம் ஈஸியாக இருக்குன்ட்டு அப்படி வராங்க. அப்படிங்களா? ஆனால் கிலோமீட்டர் என்னோட அதிகமா? எவ்வளோ கிலோமீட்டர்? அது 7 கிலோமீட்டர் அதிகம். இது மொத்தமே 7 தான் மொத்தம். இதே கரெக்ட், இது ஈஸ்ட் ஷார்ட் வழி. வழி கொஞ்சம் கிலோமீட்டர் கம்மி, ஆனால் கொஞ்சம் டஃப்பாக இருக்கு இல்லையா? ஓகே. இப்போ என்னோட கார் அங்கே. அப்படின்னா நீங்கள் வரும்போது இதில் தான் ரிட்டர்ன் வந்தோம். அந்த வழியில் போய் இறங்குனீங்கன்னா ரொம்ப இது சுத்து இல்லை பிடிச்சி அங்கேருந்து வந்து திரும்பி கார் எடுக்கு 50 ரூபா கேட்பாங்க. அப்படிங்களா? நீங்கள் வரும்போது இதில் வந்துருங்க. ஆனால் இது ஏன் வழி டஃப் இல்லை, கிலோமீட்டர் கம்மியா வழி அதிகம், அது கிலோமீட்டர் அதிகம். டோட்டல் கிலோமீட்டர் எத்தனை? டோட்டல் கிலோமீட்டர் 7 கிலோமீட்டர். 7 கிலோமீட்டர் ஒன் சைடா? இங்கேருந்து கோயிலுக்கு வரீங்க, பாட்டு கோவில் அங்கே யார்? 7 டபுள் மடங்காக இருக்கும். நீங்கள் எங்கே போகுது? நாங்கள் அந்த ஆத்திரப்பந்தது அங்கே இருக்கோம், விதை சீல்டு வரைக்கிறோம். ഇവിടെ என்ன பண்ணிட்டே இருக்க? சீல்டு விதை விதைக்கிறோம். விதை சீடு விதை சீடா? என்னோட சீடு? வில்வம். அதுல வைக்க வந்ததா? சும்மா ஃபாரஸ்ட் அழியாம இருக்கிறதுக்கு, மலைச்சரிவு ஏற்படாம, மண்ணரிப்பு ஏற்படாம இருக்கிறதுக்காக விதைக்கிறோம். ஓகே 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 ஓகே. நாங்க ஒரு 16 வருஷமா வச்சுட்டே இருக்கோம். 16 10-20 பேர் வருவோம். அங்கே கீழே ஒரு கடை இருக்குல்ல, அங்கேயே ஃபுட் எடுத்துக்கிட்டு அப்படியே நைட்டு காலைல 6 மணிக்கு வருவோம், நைட்டு 6 மணிக்கு போவோம், அப்படியே விரைச்சிட்டு போயிடுவோம். ஏதாவது டேஞ்சரஸ் இருக்கா அந்த பக்கம்? இந்த பக்கம் குரங்கு தான் அது அதிகம், மற்றபடி எதுவும் டேஞ்சரஸ்லாம் இல்லை, பயம்லாம் கிடையாது. வேற பிரச்சனை இல்லை. மழை டைம்லாம் வரக்கூடாது. ஓகே. ஏன்னா பாறை சரிவு ஏற்படும், மண் சரிவு ஏற்படும். இந்த இடத்துல தண்ணி உருண்டு விடாரும், கல்லில் விடையாருமா, நம்ம ஸ்டெப்பு நடக்க முடியாது. அந்த பாதை நடக்கலாம், ஏன்னா அது படி ஸ்டெப்பு. அப்படிங்களா? அதில் அவ்வளோக்கா டேஞ்சர் ஆகாது. இதில் கல்லாம் அறுத்துட்டு வர முடியாது அவ்வளோ சீக்கிரத்தில். ஓகே ஓகே. இது 2.5 கிலோமீட்டர் இருக்கா அந்த பக்கம்? വാ, ഈ 2 കിലോമീറ്ററേ ഉള്ളൂ. ഇച്ചിരി കഴിഞ്ഞു പോവാം. ഇതാ കുരങ്ങുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. ഇവിടെ എല്ലാം കുരങ്ങനുണ്ട്. ഒരുത്തൻ അവിടെ ഇരുന്ന് അതിൻ്റെ പേര് കണ്ടാ കുരങ്ങ. 7 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി 2.5 കിലോമീറ്റർ ഉണ്ട്. വാ, കഴിഞ്ഞു പോവാം. തലവേദന എടുക്കുന്നു. നീ എന്തോ ചെയ്തിട്ടാ? നടന്നില്ല ഇത്ര. ആ വെള്ളം തരുമോ? കുരങ്ങിയിരിക്കുന്നത് അത് കണ്ടാ എടുത്തോണ്ട് പോകുന്നു. ഇല്ല, ആ വെള്ളം ചെയ്യാ നമുക്ക് മാറിയിട്ട് എടുക്കാം. വാ, കമോൺ. എവിടെയും കുരങ്ങിയിരിക്കുന്നില്ലേ? நான் 4 இட்லி தான் நிறைய சாப்பிட்டுருப்பேன். அவ்வளோக்கா இது இல்லை, அது பப்ளிக் ஆக்கி விட்டோன்னு தான் அந்த இது வந்து கூட்டம் அதிகமாக ஏறிக்கிட்டே இருக்கும். மழை டைமில் மட்டும் டேஞ்சர்ஸ். ഇപ്പം പ്രശ്നമില്ലല്ലേ? ഇപ്പം പ്രശ്നം பிரச்சனை இல்லை. വാ, ഇപ്പം ഇനി 2.5 കിലോമീറ്റർ. மழை பெஞ்சாலே ஏற விட மாட்டாங்க. 3 மணிக்கு மேலே அலோடு கிடையாது. அலோடு கிடையாது. ஓகே 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 ஓகே. ஞாயிற்றுக்கிழமை சனிக்கிழமை வந்தீங்கன்னா நிறைய பாய்ஸ் இந்த பக்கம் வருவாங்க. அப்படிங்களா? ஞாயிற்றுக்கிழமை சனிக்கிழமை தான் பசங்க லீவில் டைமில் வராங்க. அப்படிங்களா? இந்த ஓகே. பாதையோட பார்த்தீங்கன்னா அந்த பாதை இங்கே 500 பேர் ஏறுறாங்கன்னா 2000 பேர் வரும். அப்படி ஓ மேலே இதுக்கு முன்னாடி கடை உண்டு, கடை உண்டு. கடை அப்புறம் ஃபாரஸ்ட்காரங்க இப்போ கடை போட மாட்டாங்க. ஓகே. ஏதாச்சும் ஃபங்க்ஷன் வந்துச்சுன்னா கார்த்திகை தீபம், இதுபோல் அமாவாசை பௌர்ணமி அதே போல் வருதுல, அப்போ மட்டும் கடை உண்டு. கடை உண்டு இல்லை? ஓகே ஓகே ஓகே. எல்லா ദിവസവും അവിടെ கோயில்ல பூஜை இருக்கா? நீங்களே பண்ணலாம், உள்ள போயிட்டு நம்மளே பண்ணலாம் பூஜை, நம்மளே போய் சாமியை தொட்டு நீங்களே பூஜை பண்ணலாம். அப்படிங்களா? ஓகே. அது தான் ஃபேமஸ், அதுக்காக தான் எல்லாருமே வராங்க. சிவனை நம்மளே தொட்டு அபிஷேகம் பண்ணலாம், தொட்டு உள்ள போய் கருவறையில் கும்பிடலாம். அது எந்த கோயிலையும் போய் அவ்வளோ அளவோட பண்ண முடியாதுல்ல. ஓகே நீங்க பண்ணலாம். அப்படிங்களா? பெரிய கோவிலா? இல்ல பெரிய கோயிலே உள்ள 2 மடம் இருக்கு, சாப்பாடுக்கு எல்லாத்துக்குமே எல்லாமே இருக்கு. எல்லாம் இருக்குல்ல? ஓகே 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 ஓகே. 2.5 கிலோமீட்டர் இருக்கா இல்லையே? வா
போட்டு ஆரம் மார்க்கை பார்த்துட்டு போங்க. இங்க ஒரு ஆரம் மார்க்கெட் போறீங்கல்ல, நேரா அதை பார்த்து போயிடு. ஓகே ஓகே. 2 கிலோமீட்டர் தாண்டி தெரியும் மாதிரியே தெரியும். கம்மி தான் கிலோமீட்டர். கம்மி தான். இந்த மாதிரி தானே வழி? இதே வழி தான். இது வழி தான். இதே போல வழி நிறைய பிரியும். அந்த வழியில போக கூடாது. இந்த ஆரம் மார்க் இது இருக்குல்ல, இந்த ஆரம் மார்க் ஒயிட் ஆரம் மார்க் அப்படிங்களா? அப்படியே ஆரம் மார்க்கே பார்த்து. ஓகே ஓகே ஓகே. வழி சரியா நடந்து போன வழியில சோடலாம் தெரியும். அப்படிங்களா? ஓகே. போகாம இந்த ஆரம் மார்க் பார்த்து. நான் பின்னாடி தான் வருவோம். சாப்பாடு எடுத்துட்டு போய் சாப்பாடு எடுத்து மேல தான் வருவோம். அப்படிங்களா? என்ன சாப்பாடு அது? மேல ஆளு மேல செஞ்சு மேல ஆளு இருக்கு இல்லையா? ஓகே ஓகே. மேல பந்திருக்கு. വിനീഷ നടന്നോ? ഓക്കെ ബൈ. നമ്മൾ പിന്നാടി ഇருக்கு. പിന്നീട് தான் வருவோம் പോங்க. ഓക്കെ ഓക്കെ. എന്നാൽ ഞങ്ങളെ കൂടെ ഇനി രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ. അവർ നമ്മൾ താഴെ നിന്ന് വന്നുകൊണ്ടിരുന്നതാണ്. ആ മേളിലെ ആൾക്കാരുണ്ട്, അവർക്കുള്ള ആഹാരമായിട്ട് വരുന്നതാണ്. ഇനി 2.5 കിലോമീറ്റർ വിനീഷ. എത്ര? 2.5 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ 7 കിലോമീറ്റർ ഇപ്പം ഇത് നടന്നു. അതെ അതെ. സീസൺ ആകുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ആൾക്കാർ വരും എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ടൂർ അങ്ങനെ വലുതായിട്ട് അങ്ങനെ അധികം ആരും വരത്തില്ല. കുറച്ച് കഷ്ടമാണ് ഇതിൽ ടഫുള്ള വഴിയാണ്. ആ ടഫിൽ കൂടെയാണ് ഞാൻ ഈ ചുമന്ന് നടക്കുന്നത്. അയ്യോ, ഇനി ഒരു 2.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. വാ, ഇനി 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നീ ചിന്തിക്കണം, 7 കിലോമീറ്ററാ. ഇപ്പം എത്ര കിലോമീറ്റർ നമ്മൾ നടന്ന്? 4.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ്. ഇനി 2.5 കിലോമീറ്റർ. മേളിലേ ശിവന്റെ അമ്പലമാണ്. നമ്മൾ കൂടുതലും പോയതെല്ലാം ശിവൻ ക്ഷേത്രം ഇല്ലായിരുന്നു. ഈ ശിവക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളവിടെ ചെന്നാൽ നമുക്ക് പൂജ ചെയ്യാം. ഞാനല്ലെങ്കിൽ നീയോ ചെന്നാൽ നമുക്ക് പൂജ ചെയ്യാം. വേറെ എവിടെയെങ്കിലും പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു തരുന്നത്.